السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഓരോരുത്തരും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമെന്നാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ ചില ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസാന സമയത്ത് വിശുദ്ധമായ റമദാനിന്റെ തുടക്കം മുതലേയുള്ള നമ്മളുടെ ഓരോരുത്തരുടെയും അമലുകളെ പറ്റി, ആ പ്രവർത്തനങ്ങളെ പറ്റി നമ്മൾ ഒന്നുകൂടൊന്ന് റിവൈൻഡ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു അമലാണ്, ഒരു ഇബാദത്താണ് നോമ്പ്. ഈ അവസാന സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ എന്തായിരുന്നു ഇതുവരെയുള്ള നമ്മുടെ നോമ്പുകൾ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു തന്ന ആ രൂപത്തിൽ തന്നെ എത്രത്തോളം നമുക്ക് ആ നോമ്പിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ് ഈ അവസാന സമയം. റമദാനോടനുബന്ധിച്ച് പ്രത്യേകിച്ചും യുവാക്കൾക്കിടയിലൊക്കെ റമദാനോടനുബന്ധിച്ച് ചില പുതിയ ട്രെൻഡുകൾ വരാറുണ്ട്. പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്ന രൂപത്തിൽ നോമ്പുകള്ളന്മാരുണ്ടായി. അപ്പോൾ നിങ്ങൾ അതിൻ്റെയൊക്കെ നോമ്പുകള്ളന്മാർ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ നോമ്പ് ആരും അറിയാതെ മുറിക്കുകയും അതിനെ ഒരു തമാശവൽക്കരിച്ച് അതിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾക്കിടയിൽ ഉണ്ടായി വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിൻ്റെയൊക്കെ ഗൗരവം എത്രയാണെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇങ്ങനെ ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലാഹു അത്രമേൽ ഗൗരവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ അത്രമാത്രം ഗൗരവത്തിൽ അവരൊക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു ആരാധനാ കർമ്മത്തെ ഇന്ന് അതൊരു തമാശയായി, കളിയായി സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന ഒരു ആയത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ടല്ലോ, ഖുൽ, നബി പറയും, അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നബി അവരോട് പറയും, എന്ത് നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട് നിങ്ങൾ കളിതമാശ വെക്കണം?
ലാ തഅ്തദിറു, നിങ്ങൾ ഇനി ഒരു ഒഴിവ് കഴിവും പറയണ്ട, ഒരു ഉദ്റും പറയണ്ട. അത് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ സത്യനിഷേധത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. സഹോദരന്മാരെ, ദീനിന്റെ വിഷയങ്ങൾ നമ്മളിങ്ങനെ തമാശയായി ഈ സമൂഹത്തിൽ ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിനെയൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അതിനൊന്നും നമ്മൾ വേണ്ട രൂപത്തിൽ പ്രതിരോധിക്കാതെ, നമ്മുടെ ഉമ്മത്തിലെ യുവാക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള ദീനിപരമായ വിജ്ഞാനങ്ങൾ കൈമാറി കൊടുക്കാതെ, ആ രൂപത്തിലുള്ള ബോധം അവർക്ക് ഉണ്ടാക്കിയെടുക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദീനിന്റെ ഹുർമത്ത് അവിടെ നശിക്കുന്നതിനെ നമ്മൾ അങ്ങനെ ഗൗനിക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തുല്യമാണ്. അപ്പൊ നോമ്പിന്റെ വിഷയം അങ്ങനെയാണ്. ഇന്ന് നമ്മളെ നിസ്കാരം നോക്കുകയാണെങ്കിൽ തറാവീഹ് നമസ്കാരം, ഖിയാമുൽ ലൈൽ നമസ്കാരം എന്ന് തുടങ്ങി സാധാരണ നമ്മൾ ചെയ്യുന്നതിലേറെ നമ്മൾ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകി, അല്ലെങ്കിൽ ഒരുപാട് അതിനെ പ്രാധാന്യം നൽകി നമ്മൾ ചെയ്ത ഒരു മാസമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ, നമ്മുടെ ഖിയാമുൽ ലൈലുകളൊക്കെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ എന്നാണ്. അത് ഖുശൂ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരിച്ച ജോലിയായിരിക്കും. നമ്മൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചാൽ മതി, എന്താണ് ഇപ്പം എൻ്റെ നിസ്കാരമൊക്കെ, എൻ്റെ തറാവീഹുകളൊക്കെ എനിക്കൊരു ഭാരിച്ച ഒരു ചുമതലയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് നമുക്ക് ഖുശൂ ഇല്ലാതെ പോകുന്നത് എന്താ? എന്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അതിൻ്റെ യഥാവിധത്തിൽ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന് തുടങ്ങി ഖുർആൻ പാരായണത്തിന്റെ വിഷയം നോക്കുമ്പോൾ ഒരുപാട് മുന്നേറിയ ആളുകളുണ്ടാവും. ഖുർആൻ പാരായണം ചെയ്ത് സൂറത്തുൽ ഫാത്തിഹ മുതൽ അങ്ങനെ പാരായണം ചെയ്ത് ഖത്മ തീർത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ റമദാൻ മാസം നമ്മുടെ ഈ റമദാനിൽ ഒരു രാത്രി, ഒരു പകല് നമുക്ക് ജീവിക്കാൻ, ഒരു മണിക്കൂർ നമുക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നമ്മൾ ഈ റമദാൻ മാസം വന്നിട്ട് നമ്മൾ പുതുതായി പഠിച്ചു എന്ന് പറയാൻ നമുക്ക് ഏത് ആയത്താണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ? ഇല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ന ആയത്ത്, ആ ആയത്ത് ഓതിയ സമയത്ത് എനിക്ക് വല്ലാത്ത ഒരു മനസ്സിനൊരു വല്ലാത്തൊരു ഇത് തോന്നി, ഇല്ലെങ്കിൽ മനസ്സെനിക്ക് വല്ലാതെ എന്നെ അത് സ്വാധീനിച്ചു എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കടന്നുപോയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇങ്ങനെ വെറുതെ പാരായണം ചെയ്ത് പോകുന്നതിലുപരി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധമായ ഈ ഗ്രന്ഥം, അള്ളാഹുവിന് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവിന് നമ്മോട് എന്താണ് പറയാനുള്ളത് എന്ന് ഒരു വേള ചിന്തിക്കാൻ നമുക്ക് ഈ റമദാൻ മാസത്തിൽ സമയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. സദഖകൾ കൊടുക്കുന്ന വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി നമുക്ക് റമദാൻ മാസത്തിൽ പ്രവാചകൻ ഏറെ സദഖ കൊടുത്തിരുന്നൊക്കെ ഹദീസുകൾ കാണാൻ സാധിക്കും. നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മളൊക്കെ സദഖ കൊടുക്കുന്ന വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസാക്ഷിക്ക് ഒരു കുത്തലില്ലാത്ത രൂപത്തിൽ നമുക്ക് സദഖ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പേഴ്സിൽ ഒരാൾ നമുക്ക് ഇന്നൊരു വിഷയത്തിന്, ഒരു പള്ളിക്ക്, ഇല്ലെങ്കിൽ ഇന്നൊരു ദീനി സ്ഥാപനത്തിന് ഇതിനൊരു കളക്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ഈ രൂപത്തിൽ ഫണ്ട് സമാഹരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു 500, ഒരു 200, ഒരു 50 കാണുമ്പോൾ നമ്മുടെ മനസാക്ഷി, നമ്മളുടെ മനസ്സ് ആ 50ലേക്ക് നമ്മൾ പോകും നമ്മുടെ കയ്യിൽ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അൻസാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരുന്നു എന്നാണ്. ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ കാര്യത്തെ നിങ്ങൾ സദഖ കൊടുത്താലല്ല നിങ്ങൾക്ക് പുണ്യം നേടാൻ സാധിക്കില്ല എന്ന് ആയത്തിറങ്ങിയപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വിശാലമായ ബൈറുഹാ തോട്ടം അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. നബിയെ, ലൻ തനാലൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ എന്നല്ല അല്ലാഹു പറഞ്ഞത്. എന്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ബൈറുഹാ തോട്ടമാണ്, അത് ഞാൻ ദീന് കൊടുക്കണം നബി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സഹാബിമാരൊക്കെ ഒരായത്തിന്, ഒരു ഹദീസിനെ അവരുടെ ജീവിതത്തിൽ അവർ കേട്ടാൽ അങ്ങനെയായിരുന്നു അവർ സ്വീകരിച്ചിരുന്ന നിലപാടെന്നാണ്. ഈ ഒരു അവസാനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരു പുനർവിചിന്തനം നടത്തുക എന്നതിന്റെ ഭാഗമായി ഞാൻ ആദ്യമേ ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ റമദാനിന്റെ ഒരു അവസ്ഥ. ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രം നമുക്ക് ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് എപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പോരായ്മകൾ നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ എന്തുകൊണ്ട് ഈ പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നതിന് ഉത്തരം വേണ്ടേ? എന്തുകൊണ്ട് എനിക്ക് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ നേരാവണ്ണം എനിക്ക് പാലിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് എനിക്ക് ഖുശൂഅോടെ നിസ്കരിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ പഠിക്കാൻ തോന്നുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് സദഖകൾ കൊടുക്കാൻ തോന്നുന്നില്ല? നോക്കൂ, നിങ്ങൾ ദീനിന്റെ കാര്യങ്ങളെ വേണ്ട രൂപത്തിൽ ഗൗരവത്തോടെ നോക്കിക്കാണാൻ എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇതിനൊക്കെ ഉത്തരം വേണമല്ലോ. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഈ സമൂഹത്തിൽ നടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും
സാമൂഹിക തിന്മകളാകട്ടെ, എന്തുമാകട്ടെ, ലഹരിവേട്ടയാകട്ടെ, ലൈംഗിക വീഴ്ചകളാകട്ടെ എന്ന് തുടങ്ങി മാതാപിതാക്കളോട് വരെ കാണിക്കുന്ന അതിക്രമങ്ങളാകട്ടെ, മറ്റ് എന്ത് സാമൂഹിക തിന്മകളും എന്തുമാകട്ടെ, അതിനൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ അവർക്ക് അള്ളാനെ അറിയില്ല എന്നുള്ളതാണ്. ഒരു അടിമക്ക് അവന്റെ രക്ഷിതാവിനെ എത്രമാത്രം അറിയുമോ, അള്ളാഹുവിനെ പറ്റിയും ഒരാൾക്ക് എത്രമാത്രം അറിയുമോ, അതിനനുസരിച്ചായിരിക്കും അവൻ അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുക. അതാണ് പറഞ്ഞത്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവന് ഭയന്ന് ജീവിക്കുന്നത് ഉലമാക്കൾ മാത്രമാണ്, അള്ളാഹിനെ പറ്റി അറിയുന്ന ആളുകൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിന് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിനെ അറിയണം. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആരാധിക്കുന്ന ഈ അള്ളാഹു ആരാണ്? അള്ളാഹു. അള്ളാഹുവിനെ പറ്റി എങ്ങനെ അറിയണം? ഉസൂൽ സലാസ എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഫൈദാ ഖീല ലക ബിമ അറഫ്ത റബ്ബക, നിന്റെ രക്ഷിതാവിനെ നീ എങ്ങനെയാണ് അറിയുക, എങ്ങനെയാണ് നീ രക്ഷിതാവിനെ മനസ്സിലാക്കുക എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറയണം ബിആയാതിഹി വമഖ്ലൂഖാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും അവന്റെ സൃഷ്ടി വൈഭവങ്ങളെ കൊണ്ടുമാണ് ഞാൻ രക്ഷിതാവിനെ മനസ്സിലാക്കുന്നതാണ്. ഇസ്ലാമിക ലോകത്തെ അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ, പല ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവം, പണ്ഡിതന്മാർ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു സംഭവമാണ്. ഒരു അഅറാബിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഖീലലി അഅറാബി ബിമാ അറഫ്ത റബ്ബക, നീ നിന്റെ രക്ഷിതാവിനെ എങ്ങനെ മനസ്സിലാക്കിയത്? ഒരു അഅറാബിയോട് ചോദിച്ചതാണ്. അപ്പൊ അയാൾ പറഞ്ഞെന്താന്ന് വെച്ചാല്, അൽ അസറു യദുല്ലു അലൽ മസീർ, ഒരു വഴിയിൽ, ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കാലടിപ്പാതകൾ നമ്മൾ കണ്ടാല് അതിലൂടെ ഒരു സഞ്ചാരം നടന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വൽബഅറതു തദുല്ലു അലൽ ബഈർ, ഒരു ഒട്ടകത്തിന്റെ കാഷ്ടം വഴിയിൽ കിടക്കുന്നുണ്ട നമുക്ക് മനസ്സിലാവും അതിലൂടെ ഒരു ഒട്ടകം സഞ്ചരിച്ചു പോയിട്ടുണ്ട്. നിർദ്ദയം പറയാണ്, ഫസമാഉൻ ദാതു അബ്റാജിൻ വബിഹാറുൻ ദാതു അംവാജിൻ വഅർദുൻ ദാതു ഫിജാജിൻ അലാ തദുല്ലു അലൽ ലത്തീഫിൽ ഖബീർ. അങ്ങനെയെങ്കിൽ ഇത്ര വലിയ ഗോളങ്ങളും വലിയ നക്ഷത്രങ്ങളും ഒക്കെ അടങ്ങുന്ന, വലിയ ഗാലക്സികളൊക്കെ അടങ്ങുന്ന ഈ ആകാശലോകവും, അതുപോലെ തന്നെ സഞ്ചാരപാതകളാൽ നിബിഡമായ ഈ ഭൂമി ലോകവും, അതുപോലെ തന്നെ വലിയ വലിയ തിരമാലകൾ വന്ന് മൂടുന്ന ഈ സമുദ്രങ്ങളുമൊക്കെ എല്ലാം അറിയുന്ന സൂക്ഷ്മജ്ഞാനിയായ ആ രക്ഷിതാവിനെ അറിയിക്കുന്നില്ലെന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും തഖ്വയുള്ള ആളാകാൻ കാരണം എന്താ? നബിക്കാണ് സൃഷ്ടികളില്, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ, ജിന്നുകളുടെ കൂട്ടത്തിൽ നബിക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹിനെ പറ്റി അറിയുന്നത്. അതാണ് നബിക്ക് ഏറ്റവും കൂടുതൽ തഖ്വ. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം നബിക്കാണ് ഏറ്റവും കൂടുതൽ അള്ളാഹിനെ പറ്റി അറിയുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മളെപ്പോഴും നമുക്ക് എല്ലാവർക്കും മനപ്പാടുമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു, അവനല്ലാതെ ഒരു ആരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ളതൊക്കെയും അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അവനുള്ളതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ഈ നാട്ടിലെ ചെറിയ നാട്ടുരാജാക്കന്മാർക്ക് വിപരീതമായിക്കൊണ്ട് അള്ളാഹുവിന്റെ സന്നിധിയിൽ, അള്ളാഹുവിന്റെ ദർബാറിൽ അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവന്റെ മുമ്പിൽ ശുപാർശ നടത്താൻ ആരുണ്ട്? ആരുമില്ല. യഅലമു മാ ബൈന അയ്ദിഹിം വമാ ഖൽഫഹും, അള്ളാഹു അവരുടെ മുൻപിലുള്ളതും പിന്നിലുള്ളതും ഒക്കെ വിശദമായി അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിനെ പറ്റി, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിനെ പറ്റി രണ്ട് രൂപത്തിലും തഫ്സീർ വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും അള്ളാഹു അറിയിച്ചു കൊടുത്ത ആ ഒരു ഓഹരി അല്ലാതെ അവർക്ക് ആർക്കും അറിയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കുർസി ഈ ആകാശലോകങ്ങളെയൊക്കെ, ആകാശഭൂമികളൊക്കെ ഉൾക്കൊള്ളുമാർ വിശാലമാണ്. ആകാശഭൂമികളെ സംരക്ഷിക്കുന്നത് അള്ളാഹുവിന് ഒരു പണിപ്പെട്ട ഒരു ജോലിയല്ല, അള്ളാഹുവിന് ക്ഷീണം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയല്ലത്. നോക്കൂ നിങ്ങൾ, അത്രമേൽ മഹോന്നതനാണ് നമ്മുടെ രക്ഷിതാവ്. എന്താണ് അള്ളാഹുവിന്റെ കുർസി എന്ന് പറഞ്ഞാൽ? ഒരു വഈഫായ ഹദീസിൽ കാണാം, ഈ ആകാശം എന്ന് പറഞ്ഞാല് വഈഫായ ഹദീസാണ്, ഹദീസ് ദുർബലമാണ്. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആകാശം ഒന്ന്, ഈ ഭൂമിയും നമ്മൾ നേരെ കാണുന്ന ഈ ഒന്നാം ആകാശവും തമ്മിലുള്ള
ദൈർഘ്യം എന്ന് പറയുന്നത് അത് 500 വർഷത്തെ വഴിദൂരമാണെന്നാണ്. ഒരു ദുർബലമായ ഹദീസാണ്. എന്നിട്ട് ഈ ഒന്നാം ആകാശവും രണ്ടാം ആകാശവും തമ്മിൽ അത്ര തന്നെ 500 വർഷത്തെ വഴിദൂരമുണ്ട്. രണ്ടാം ആകാശവും മൂന്നാം ആകാശവും തമ്മിൽ അത്ര തന്നെ വഴിദൂരം, 3ഉം 4ഉം അതിനിടയിലും അത്ര തന്നെ വഴിദൂരം. അങ്ങനെ 7 ആകാശങ്ങൾക്കിടയിലും ഓരോ ആകാശത്തിനിടയിലും 500 വർഷത്തെ വഴിദൂരമുണ്ടെന്നാണ് ഹദീസിൽ പറയുന്നത്. ഹദീസ് ദുർബലമാണ്. നോക്കൂ നിങ്ങൾ, നമുക്കൊരു സങ്കല്പിക്കാൻ ഒരു എളുപ്പത്തിന് ഞാൻ ദുർബലമായ ഹദീസ് പറഞ്ഞു എന്ന് മാത്രം. ഇതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി വഴിദൂരം ആകാശഭൂമികൾക്കിടയിൽ ഓരോ ആകാശത്തിനിടയിലും ഉണ്ടാകും. എന്നിട്ട് ഈ 7 ആകാശത്തിനപ്പുറത്തോ അതിനപ്പുറത്തെന്താ? കുത്തിയൊലിക്കുന്ന വെള്ളവുമായി അള്ളാഹു ആകാശ കവാടങ്ങൾ അവർക്ക് മേലെ തുറന്നിട്ടുന്നാണ്. അപ്പൊ ഈ 7 ആകാശത്തിന്റെ അപ്പുറത്ത് വെള്ളമാണ്. ഒരു സങ്കീർണമായൊരു സൃഷ്ടിപ്പ് നടത്തിയ മഹത്വപൂർണനായ രക്ഷിതാവാണ് നമ്മുടെ രക്ഷിതാവ്. വസിഅ കുർസിയ്യുഹു സമാവാതി വൽ അർദ്. ഈ ആകാശഭൂമികളെ പറ്റിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ കുർസി അതിനെയൊക്കെ ഉൾക്കൊള്ളുവാൻ അത്ര വിശാലമാണ് അള്ളാഹുവിന്റെ കുർസി. എന്താണ് അള്ളാഹുവിന്റെ കുർസി? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ കുർസി അൽ കുർസിയു മൗദിഉൽ ഖദമൈൻ, അള്ളാഹുവിന്റെ തിരുപാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കുർസി എന്ന്. അള്ളാഹുവിന്റെ തിരുപാദങ്ങൾ വെക്കുന്നിടം ഖദമൈൻ, അതാണ് കുർസി. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മസ്സമാവാതു വൽ അർദു ഫിൽ കുർസിയ്യി ഇല്ലാ കഹൽഖത്തിൻ മുൽഖാത്തിൻ ഫീ അർദി ഫലാത്ത്. ഒരു വിശാലമായ കണ്ണെത്താ ദൂരത്തോളം പ്രവിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയിൽ, ആകാശക്കുട്ട കിടക്കുന്ന ആ മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണി വെച്ചാൽ ആ ഇരുമ്പിന്റെ വട്ടക്കണ്ണിക്ക് ആ മരുഭൂമിയിൽ എത്ര വലിപ്പം ഉണ്ടാവുമോ അത്ര വലിപ്പം മാത്രമാണ് ആകാശഭൂമികൾക്ക് കുർസിയിലുള്ളതെന്നാണ്. നമുക്ക് നിങ്ങൾ സഹോദരങ്ങളെ ചിന്തിക്കാൻ കഴിയുമോ? നമുക്കൊക്കെ അള്ളാഹുവിന്റെ കുർസിയിൽ നമുക്ക് ഈ ഭൂമിയെ പറ്റി ആകാശത്തെ പറ്റി തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തെ പറ്റി തന്നെ നമുക്ക് ചിന്തിച്ചാൽ എത്തുമോ? നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ കിട്ടുമോ? എന്നിട്ട് ഈ ഇത്രമാത്രം വിശാലമായ ആകാശഭൂമികൾ അത് അള്ളാഹുവിന്റെ കുർസിയിൽ മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണി വെക്കുന്നതിന് തുല്യമാണെന്ന് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കുർസിന്റെ വലിപ്പം എത്രയായിരിക്കും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന്റെ ബാക്കി പറഞ്ഞു, ഈ അർശിന്റെ വലിപ്പം അപ്പോ ഈ കുർസിയിൽ ആകാശഭൂമികൾക്ക് എത്ര വലിപ്പമാണ് ഉള്ളത്? അതായത് ആ മരുഭൂമിയിലെ ആ ഇരുമ്പിന്റെ വട്ടക്കണ്ണിയുടെ വലിപ്പമുണ്ടല്ലോ, ആ വലിപ്പം മാത്രമാണ് കുർസിയെ അർശിന് മുമ്പിൽ അർശുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉള്ളതെന്നാണ്. അള്ളാഹു ഉപവിഷ്ടനാകുന്ന അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ വലിപ്പം, ഈ ആകാശഭൂമികളെല്ലാം ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണി മാത്രമായി തീരുന്ന അള്ളാഹുവിന്റെ കുർസിയെ, ആ കുർസി പോലും അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പില് ഈ ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണി പോലെയാണ്. ഇത് മരുഭൂമിയിൽ വെക്കുന്ന ഒരു ഇരുമ്പിന്റെ വട്ടക്കണ്ണി പോലെ അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. അതാണ് അള്ളാഹുവിന്റെ കുർസിന്റെ മഹത്വം, അത്ര വിശാലമായിരിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട ഒരു ഫായിദ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ അർശ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും തഹാറത്തുള്ള, ഏറ്റവും അത്ഹറായ, ഏറ്റവും വൃത്തിയുള്ള, ഏറ്റവും പോരിശയുള്ള, ഏറ്റവും അഷ്റഫായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നാണ് അള്ളാഹുവിന്റെ അർശനാണ്. കാരണം അത് അള്ളാഹു ഉപവിഷ്ടനാകുന്ന ഇടമാണ്. അള്ളാഹു ഉപവിഷ്ടനാകുന്ന അള്ളാഹുവിന്റെ സിംഹാസനമാണ് അള്ളാഹുവിന്റെ അർശ്. അള്ളാഹു ആരോഹിതനാകുന്നത് അർശിലാണ്. അതുകൊണ്ട് ആ അർശ് അള്ളാഹുവിനെ യോജിച്ച രൂപത്തിൽ അത്രമേൽ ഷറഫുള്ളതായിരിക്കുമെന്ന് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹു ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത്ര ഷറഫ്, അത്ര ത്വഹാറത്തും അത്ര വൃത്തി ഉണ്ടാവുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ അള്ളാഹുവിന്റെ സ്ഥാനം എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ മനസ്സിന്റെ വൃത്തി അനുസരിച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണിപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെയും കുർസിയുടെയും ഒക്കെ വലിപ്പം. ഈ അർശിനെ, ഇത്രമേൽ ഗാംഭീര്യമുള്ള ഈ അർശിനെ 7 മലക്കുകളാണ് വഹിക്കുന്നത്. ഖിയാമത്ത് നാളാകുമ്പോൾ അത് 8 മലക്കുകളാകുന്നത്. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ 8. അന്നേ ദിവസം അള്ളാഹുവിന്റെ അർശ്, നിന്റെ റബ്ബിന്റെ അർശ് 8 മലക്കുകളാണ് വഹിക്കുക എന്നാണ്. 8 മലക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദിന ലി അൻ ഉഹദ്ദിസ ലക്കും അൻ മലകിൻ മിൻ മലായികത്തില്ലാഹി മിൻ ഹമലത്തിൽ അർശ്. അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന മലായികത്തുകളിൽ നിന്ന് ഒരു മലക്കിനെ പറ്റി നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് അനുവാദം കിട്ടിയിട്ടുണ്ട്.
എന്നിട്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമാ ബൈന ശഹ്മതി ഉദ്നിഹി ഇലാ ആതിഖിഹി മസീറത്തു 700 ആം. ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ തോൾ വരെയുള്ള വഴിദൂരം എന്ന് പറഞ്ഞാൽ 700 ആം, 700 വർഷത്തെ വഴിദൂരമാണ്. 700 വർഷത്തെ വഴിദൂരമാണ്. ആ അള്ളാഹുവിന്റെ അത്ര ഗാംഭീര്യമുള്ള സൃഷ്ടിയായ അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ ആ തോള് വരെയുള്ള ദൂരമാണ് 700 വർഷത്തെ വഴിദൂരം. അങ്ങനെയുള്ള 7 മലക്കുകൾ 8 മലക്കുകൾ അള്ളാഹുവിന്റെ അർശി വഹിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ റബ്ബിന്റെ മുമ്പിലാണ് നമ്മൾ ഈ 5 നേരം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈവെക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അത്രമേൽ ഉന്നതനാണ്, അത്രമേൽ വലിയവനാണ്, അത്ര വലിയവനാണ് അള്ളാഹു. നോക്കൂ നിങ്ങൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ സന്താനങ്ങളെക്കാൾ, കുടുംബത്തെക്കാൾ, മറ്റെന്തിനേക്കാളും എനിക്ക് ഏറ്റവും വലുത് എൻ്റെ രക്ഷിതാവാണ് എന്ന ആ ഒരു മാനക്കപ്പുറത്ത് ഇങ്ങനെ ഒരു ഇത്രമേൽ അർത്ഥഗർഭമായിട്ടുള്ള 2 വാക്കുകളാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. ഇത്ര വലിയ ആശയം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു അക്ബർ. അതാണ് അല്ലാഹുവിന്റെ അർശും അല്ലാഹുവിന്റെ കുർസിയും അല്ലാഹുവിന്റെ സൃഷ്ടികളും ഒക്കെ. അലം തറ അന്ന അല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറു മിനൻ നാസ്. നിങ്ങൾ കാണുന്നില്ലേ, ആകാശലോകത്തെ കൂറ്റൻ നക്ഷത്രങ്ങളും ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ സകല സൃഷ്ടികളും അള്ളാഹുവിന് സാഷ്ടാംഗം പ്രണമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എല്ലാവരും അള്ളാഹുവിന്റെ ആ ശക്തിക്ക് കീഴിലാണ്, അള്ളാഹുവിന്റെ ആധിപത്യത്തിന് വിധേയരാണ് എല്ലാവരും. ആരും അതിൽ നിന്ന് ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിന്റെ വിഷയം പറയാണ്. നബി പറയാണ്, നിങ്ങൾ കേൾക്കാത്തത് ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഈ ആകാശ ലോകത്തിന് ഒരു പിരിമുറുക്കമുണ്ട്. അതിനെന്താ കാരണം പറയാനറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആകാശ ലോകത്ത് 4 വിരൽ വെക്കാനുള്ള ഒരു ഇടമുണ്ടെങ്കിൽ, ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അവിടെ ഉണ്ടാവും ഒരു മലക്ക്, അള്ളാഹുവിന്റെ മലായികത്തുകളിൽ നിന്നും ഒരു മലക്ക് അവരുടെ നെറ്റിത്തടം തറയിൽ വെച്ചിട്ട് അള്ളാഹുവിന് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ട് 4 വിരൽ വെക്കാനുള്ള ഗ്യാപ്പ് ആകാശത്തുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും ഒരു മലക്ക് അള്ളാഹുവിന് സുജൂദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആകാശത്തിൽ ഒരു പിരിമുറക്കമുണ്ടെന്ന് നോക്കൂ നിങ്ങൾ. അതാണ് നമ്മുടെ റബ്ബിന്റെ ഗാംഭീര്യം. ഇത്ര വലിയ സൃഷ്ടി വൈഭവങ്ങൾക്ക് ഉടമയായ ഈ രക്ഷിതാവിന്റെ മുമ്പിൽ ഇത്ര പോലും വെറുമൊരു അണുക്കൾ പോലെ, അല്ലെങ്കിൽ അത്ര നിസ്സാരരായ നമ്മളിങ്ങനെ ഭൂമിയിലൂടെ ഇതൊക്കെ എന്റെയാണെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അഹങ്കരിച്ച് നടക്കണം. എത്ര കാലം സഹോദരങ്ങളെ, ഈ കാണുന്നതൊക്കെ എന്റെ വിയർപ്പാണെന്ന് പറഞ്ഞ് സമ്പാദ്യത്തിന് നോക്കി നമ്മളിങ്ങനെ ആശ്വസിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളെ, ആരുടെ മുമ്പിലാണ് നമ്മളിതൊക്കെ? എങ്ങോട്ടാണ് നമ്മളിതൊക്കെ വെട്ടി പിടിക്കുന്നത്? എങ്ങോട്ടാണ് നമ്മളിതൊക്കെ എടുത്തു വെക്കുന്നത്? ഈ പോക്ക് പോയാൽ എങ്ങോട്ടായിരിക്കും നമ്മൾ പോക്ക്? ഒരു ജൂതൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു ജൂതൻ വന്നിട്ട് അദ്ദേഹം പറയാണ്, യാ മുഹമ്മദ്, ഇന്നല്ലാഹ യുംസികു സമാവാതി യൗമൽ ഖിയാമത്തി അലാ ഉസ്ബഅ വൽ അർദീന അലാ ഉസ്ബഅ വൽ ജിബാല വശജറ അലാ ഉസ്ബഅ വൽ മാഅ വസ്സറ അലാ ഉസ്ബഅ വസാല വൽ ഖലായിഖ അലാ ഉസ്ബഅ. മുഹമ്മദ്, എന്താ നിന്റെ രക്ഷിതാവ് ഈ ആകാശഭൂമികളെ ഒരു വിരലിലും, അതുപോലെ തന്നെ വെള്ളവും മണ്ണും ഒക്കെ ഒരു വിരലിലും, ഈ കണ്ട മരങ്ങളും വലിയ നക്ഷത്രങ്ങളും ഒക്കെ ഒരു വിരലിലും, മറ്റുള്ള എല്ലാ സൃഷ്ടികളെയും ഒരു വിരലിലും ആക്കുമെന്നാണല്ലോ യൗമുൽ ഖിയാമയിൽ, ഖിയാമത്ത് നാളിൽ അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ്. ആ ജൂതൻ അള്ളാഹുവിനെ പറ്റി സത്യസന്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു എന്നാണ്. സത്യം പറഞ്ഞു നോക്കിട്ട്. എന്നിട്ട് നബിയുടെ ആയത്തോതി ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നബി ഓതി ഒമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ അവർ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അതുകൊണ്ട് എന്തിപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിന്റെ ഗാംഭീര്യം നമ്മൾ മനസ്സിലാക്കി, ആ രൂപത്തിൽ അള്ളാഹുവിനെ കണക്കാക്കി അങ്ങനെ നമ്മൾ അള്ളാഹുവിന് ആരാധനകൾ അർപ്പിക്കുമ്പോഴാണ് അതിനൊരു പരിപൂർണത ഉണ്ടാവുന്നത്.
അല്ലാതെ നമ്മൾ ആരാധിക്കുന്ന രക്ഷിതാവിനെ, അവന്റെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പറ്റി ഒരു വിവരവുമില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് ഇബാദത്ത് ചെയ്തു പോയാൽ അതിന് മടുപ്പുണ്ടാവുന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് അള്ളാഹുവിനുള്ള ഇബാദത്തിന്റെ ആ ഒരു പരിപൂർണതയെ വർദ്ധിപ്പിക്കണമെങ്കിൽ, അതൊരു ആസ്വാദനം വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തൊക്കെ പഠിക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റമദാനിന്റെ ഈ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. നിങ്ങൾ എന്താ നമ്മളുടെ ഉമ്മത്തിൽ യുവാക്കളുടെ അവസ്ഥ? ഖാദിസിയ യുദ്ധത്തിന്റെ സമയത്ത് പേർഷ്യയുടെ അധിപനായ റുസ്തം എന്ന് പറയുന്ന ആ അധികാരി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കത്തയക്കുന്നുണ്ട്. ഈ സംഭാഷണത്തിന് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ കൊട്ടാരത്തിലേക്ക് അയക്കണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ സിംഹക്കുട്ടികളിൽ നിന്ന് ഒരാളെ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. റിബഈ ഇബ്നു ആമിർ എന്ന് പറയുന്ന അദ്ദേഹത്തെ റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉയരം കുറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഒരു നുരമ്പിയ വസ്ത്രവും പറയത്തക്കവണ്ണമില്ലാത്ത ഒരു ചെറിയ എന്തോ ആയുധവും ഒരു ചെറിയ കുതിരയുമായി റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് ആളെ അയച്ചു എന്നറിഞ്ഞതും റുസ്തം എന്ത് ചെയ്തു? ആകെ മൊത്തം അലങ്കരിച്ചു. ആഡംബര വസ്തുക്കൾ കൊണ്ട് കൊട്ടാരം മൊത്തം അലങ്കരിച്ചു. മുത്തും പവിഴവും പട്ടിന്റെ പരവതാനികളും സ്വർണവും വെള്ളിയും എന്ന് തുടങ്ങി ലഭ്യമായ എല്ലാ ആഡംബര വസ്തുക്കളും കൊണ്ട് റുസ്തം എന്ത് ചെയ്തു? കൊട്ടാരം മുഴുവൻ അലങ്കരിച്ചു. മുസ്ലിങ്ങളെ വന്നുടനെ മൊത്തത്തിലോട്ട് വിലക്കെടുക്കാമെന്നുള്ള ധാരണയില്ല. റിബഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു റുസ്തമിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അദ്ദേഹം ആ കുതിരപ്പുറത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ചു. പുറത്ത് കുതിരയെ അഴിച്ചിട്ടില്ല. കുതിരപ്പുറത്തിന് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഉള്ളിലെത്തിയിട്ട് ഇറങ്ങി കൊട്ടാരത്തില് ഒരു പട്ടിന്റെ കഷ്ണത്തിലേക്ക് കുതിരയെ അവിടെ കെട്ടിയിട്ടിട്ട് ആ നുരമ്പിയ വസ്ത്രവും ചെറിയൊരു ആയുധവും കൊണ്ട് അദ്ദേഹം നേരെ നടന്നു. ഭടന്മാരെ തടഞ്ഞു. എങ്ങോട്ടാ? അങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല. ഈ കണ്ട ആയുധങ്ങളൊക്കെ ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോവാം. അപ്പോ വേറെ പറഞ്ഞു, ഞാൻ ഈ റുസ്തം എന്ന് പറയുന്ന നിങ്ങളുടെ അധികാരിയുടെ അടുക്കല് എന്റെ ആവശ്യം ബോധിപ്പിക്കാവുന്ന അടിയാളനല്ല ഞാൻ. നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ് എന്നെ. നിങ്ങൾ വിളിച്ചിട്ട് വന്നതാണ് ഞാൻ. സംഭാഷണത്തിന് വന്നതാണ്. അല്ലാതെ എന്റെ ആവശ്യം ചോദിക്കാമെന്ന്, ദാരിദ്ര്യം പരാതി പറയാമെന്ന ആളല്ല ഞാൻ. പരാതിക്കാരനല്ല ഞാൻ. എന്നെ ഇങ്ങനെ വിടുകയാണെങ്കിൽ ഞാൻ പോയി കാണാം, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് പറയും. സിംഹാസനത്തിൽ നിന്ന് റുസ്തം പറഞ്ഞു, ഇതല്ല, എന്നെ കടത്തി വിടും. ഭടന്മാർ അദ്ദേഹത്തെ കടത്തി വിടുന്നു. റിബഈ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ കുന്തം റുസ്തമിന്റെ കൊട്ടാരത്തിൽ ദർബാറിൽ വിരിച്ചിട്ടിരിക്കുന്ന ആ പട്ടിന്റെ പരവതാനിയെ കുത്തി ആ പരവതാനി കീറിക്കൊണ്ട് അദ്ദേഹം റുസ്തമിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങിയെന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് നെഞ്ചു വിരിച്ചു നിന്നു. അപ്പൊ റുസ്തം റിബഈയോട് ചോദിച്ചു, വല്ലദീ ജാഅകും ബിഹി, നിങ്ങൾ എന്താലോചിച്ചോടെ ഇങ്ങോട്ട് വന്നത്? പേർഷ്യക്കാരുടെ യുദ്ധത്തിന്റെ ഗാംഭീര്യത്തിന്റെ ചരിത്ര കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പേർഷ്യക്കാരുടെ യുദ്ധതന്ത്രങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? ഞങ്ങളുടെ സൈന്യത്തിന്റെയും ഞങ്ങളുടെ സമ്പത്തിന്റെയും ഞങ്ങളുടെ എണ്ണവും വണ്ണവും നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ നിങ്ങൾ എന്താലോചിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? റിബഈ പറഞ്ഞു, നഹ്നു ഖൗമുൻ ഇബ്തഅസന അല്ലാഹു ലിനദ്ഉ അൻ-നാസ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തിൽ ഖാലിഖ് കമാ ഖാല. അദ്ദേഹം പറയാണ്, ഞങ്ങളൊരു കൗമാണ്. സൃഷ്ടികളെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടാവിനെ ആരാധിക്കുന്നതിലേക്കും, ഈ ദുനിയാവിന്റെ കുടിസതകളിൽ നിന്ന് അതിന്റെ വിശാലതകളിലേക്കും, ഇതര മതങ്ങളുടെ അക്രമത്തിൽ നിന്ന് ഇസ്ലാമിന്റെ നീതിയിലേക്കും ജനങ്ങളെ ക്ഷണിക്കാൻ അള്ളാഹു നിയോഗിച്ച ഒരു കൗമാണ് ഞങ്ങൾ. ഞങ്ങളിൽ നിന്ന് ഈ സത്യസന്ദേശം സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങളും സ്വീകരിക്കും. ഇനി അതല്ല, ഇതിനോട് വിമുഖത കാണിക്കാൻ ആണ് ആരെങ്കിലും തൽപരരാകുന്നതെങ്കിൽ അവരോട് ഞങ്ങൾ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഞങ്ങൾ പോരാടും, ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ്. റുസ്തം ചോദിച്ചു, എന്താണ് അള്ളാഹുവിന്റെ വാഗ്ദാനം? അപ്പൊ റിബഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി മരണപ്പെട്ട ആളുകൾക്ക് സ്വർഗവും, ഇനി അതല്ലാത്ത ആളുകൾക്ക് വിജയവുമാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ന് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇത് ഏതെങ്കിലും സിനിമയിലെ സിനിമാ നടന്മാർ കാണിക്കുന്ന ചീപ്പ് ഹീറോയിസ് അല്ല. ഇത് ഇന്നലകളുടെ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ചരിത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ ചരിത്രത്തിൽ നിന്നാണ് നമ്മുടെ യുവാക്കൾ അവർക്കുള്ള അവരുടെ ആ ഒരു ശക്തി അവർ ഉൾക്കൊള്ളുന്ന അവിടുന്നാണ്. വളരെ വില കുറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വില കുറഞ്ഞ ചിന്താഗതികളൊക്കെ പെട്ടെന്ന് ഏറ്റെടുത്ത് അതിന് പിന്നാലെ ഓടുന്ന ഒരു യുവത്വമല്ല ഇസ്ലാമിന്റെ യുവത്വം. നേരെ മറിച്ച് അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹുവിനെ മനസ്സിലാക്കിയ, അള്ളാഹുവിന്റെ കൽപ്പനകളെ നെഞ്ചേറ്റിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നെഞ്ചേറ്റിയ, പ്രവാചകന്റെ വാക്കിനെ ജീവിതത്തിലെ അവസാന വാക്കായി മനസ്സിലാക്കിയ, അങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾക്കും ആ രൂപത്തിലുള്ള മതവിരോധങ്ങൾക്കുമെതിരെ ശബ്ദിക്കുന്ന ഒരു യുവത്വമാണ് ഇസ്ലാമിന്റെ യുവത്വം. അതാണ് നമ്മുടെ സലഫുകളുടെ, അവർ ജീവിച്ച് കാണിച്ചു തന്ന അവരുടെ യുവത്വം. അതാണ് ആ രൂപത്തിലാണ് നമ്മളും ചിന്തിക്കേണ്ടത്. അല്ലാതെ ചെറിയ ചെറിയ വില കുറഞ്ഞ ചിന്താഗതികളുമായി ഇങ്ങനെ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആളുകളല്ല നമ്മൾ. ഇസ്ലാമിന്റെ ഇസ്സത്ത് തിരിച്ചു പിടിക്കേണ്ട ബാധ്യത നമ്മുടെ മേലുണ്ട്. അള്ളാഹുവിന്റെ തൗഹീദ് കൊണ്ടും അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെ പ്രചരിപ്പിച്ചുകൊണ്ടും ഇസ്ലാമിന് നഷ്ടപ്പെട്ടു പോയ ആ ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിനെ നമ്മൾ ഉൾക്കൊള്ളണം. നോക്കൂ നിങ്ങൾ, ഒന്നും വേണ്ട, വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കള്ളും പെണ്ണും മറ്റു ലൈംഗിക വീഴ്ചകളും എന്ന് തുടങ്ങി എല്ലാവിധ സാമൂഹ്യ തിന്മകളും അരാജകത്വങ്ങളിലും മുഴുകി ജീവിച്ചിരുന്ന 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന ആ ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല ഉത്തമമായ സമുദായമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുമാറ് അവരെ പരിവർത്തനം നടത്തിയ ആ ഒരു ഘടകം എന്താണ് ആ ലഹരിയിൽ നിന്നും അവരുടെ ദേഹേച്ഛകളിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിലേക്ക് ഇത്ര വലിയ ഉയർന്ന ചിന്താഗതികളിലേക്ക് മാറി ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് എന്താ? അവർ അള്ളാഹുവിനെ മനസ്സിലാക്കി, അവർ അള്ളാഹുവിനെ അറിഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഗാംഭീര്യത്തെ അവർ അറിഞ്ഞു. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. ഈ ഖുർആനിനെ എങ്ങാനും അള്ളാഹു ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിനുള്ള ഭയം കാരണത്താൽ ചിന്നിച്ചെതറിപ്പോകുന്നത് നബിയെ നിങ്ങൾക്ക് കാണാമായിരുന്നു എന്നാണ്. അത്രമേൽ അർത്ഥഗർഭമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിന് നമ്മൾ ശ്രമിക്കുന്നില്ല. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ഒരു സമയം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിക്കാൻ ഒരു സമയം അതുണ്ടാവില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ടൊരു പഠനം, എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് പിന്നൊരു ദീന്, അതുണ്ടാവില്ല. അത് വിജയത്തിന്റെ അടയാളമല്ല. നേരെ മറിച്ച് ദുനിയാവിന്റെ തിരക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളായിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തി ഈ ദീനിന് കൊടുക്കുന്ന സമയമായിരിക്കും നമ്മുടെ സമയം. അതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ദുനിയാവിന്റെ തിരക്ക് തീർന്നിട്ട് നമുക്കൊരു സമയം കിട്ടാനില്ല. മനഃപൂർവ്വം നമുക്ക് നമ്മുടെ പരലോകത്തെ ചിന്തിച്ചിട്ട് നമ്മളായിട്ട് മാറ്റിവെച്ച സമയം മാത്രമേ നമുക്ക് ദീനിന് കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സദക്ക കൊടുക്കുന്ന വിഷയം പറഞ്ഞപ്പോ നമുക്ക് നിങ്ങൾ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തു. ആടിനെ വിതരണം ചെയ്തതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ആയിഷ റളിയല്ലാഹു എന്താണ് ഇനി ബാക്കിയുള്ളത് ആയിഷ? അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞു പ്രവാചകൻ ഇനി അതിന്റെ തോളിന്റെ ഭാഗമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കണം. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. തോളിന്റെ ഭാഗം മാത്രം നമുക്ക് നഷ്ടമായിട്ടുള്ളൂ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ബാക്കി മുഴുവൻ അള്ളാഹുവിന്റെ പരലോകത്ത് നാളെ നമുക്ക് വലിയ വലിയ ലാഭങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് നമുക്ക് നഷ്ടമായിട്ടില്ല. അതാണ് നമ്മൾ നേടിയത്. ഈ തോളിന്റെ ഭാഗമാണ് നമുക്ക് നഷ്ടമായത്. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു തിരുത്തി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമുക്ക് നിങ്ങൾ ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അധ്യാപനങ്ങളെയും പഠിച്ച് അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളായിട്ടൊരു മുൻകൈ എടുത്തിട്ടില്ലെങ്കിൽ നമുക്കതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതിന് നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. അള്ളാഹുവിന്റെ ഗാംഭീര്യത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാലാണ് നമുക്ക് നമ്മുടെ പരലോകത്തെ വിജയം നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കുള്ളൂ. അതല്ലാതെ
ദുനിയാവിന്റെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ദീനിന്റെ കാര്യങ്ങൾ, ദീനും ദുനിയാവും രണ്ട് റൂട്ട് നമ്മുടെ ജീവിതത്തിൽ രണ്ടാലൊന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് ധൈര്യമായിട്ട് അള്ളാഹിന്റെ ദീനിന്റെ മാർഗം, അള്ളാഹുവിന്റെ ദീനിന്റെ തീരുമാനം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം. അവിടെയാണ് അള്ളാഹുവിനുള്ള തവക്കുല്. എന്ത് നഷ്ടമായാലും വേണ്ടില്ല. അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഇരട്ടി ഉത്തമമായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പകരം നൽകുമെന്ന് ഹദീസിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വിഷയമാണ്. ഇതൊക്കെ നമ്മൾ ഈ ആയത്തിലും ഹദീസിലും നമ്മൾ കേൾക്കുന്നു എന്നതിലപ്പുറം ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നൊരു ഹദീസിൽ ഇത് കേട്ടിട്ടുണ്ട്, ഇത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും വേണ്ടി ഇന്ന് ഞാനിത് അമലാക്കിയിരിക്കുമെന്ന് അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരു ക്ലാസ് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞു അങ്ങനെ പോയി. എന്നാൽ അങ്ങനെയല്ല. ഒരു ആയത്ത് കേട്ടാൽ ആയത്ത് മനസ്സിൽ നമ്മൾ കുറിച്ചിടണം. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് നമ്മൾ മനസ്സിലുണ്ടാവണം. അത് അമലാക്കാനുള്ള ഒരു തക്കം പാർട്ട് നമ്മൾ ഇരിക്കണം. അതിനെപ്പറ്റി ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിന്റെ ഒരു പാരായണം കേട്ടിട്ട് ജുബൈർ ബിൻ മുത്ഇം എന്ന് പറയുന്ന സഹാബി പറഞ്ഞത്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുൽ ഖാലിഖൂൻ, അവർ ഒന്നിൽ നിന്നുമല്ലാതെ താൻ സൃഷ്ടിക്കപ്പെട്ടവരാണോ അതോ അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചത് എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആ വചനങ്ങൾ കേട്ടപ്പോ ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു പറഞ്ഞാണ്, കാദ കൽബി അൻ യത്തിയ, എന്റെ ഹൃദയം പാറിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നിയതാണ്. സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ ഹൃദയം പാറിപ്പോകുന്നതിന് പോലെ തോന്നിയതാണ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ ഒരു ശകലം കേട്ടിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ സാധാരണയുള്ള മിടിപ്പിൽ നിന്ന് ഒരു നേരിയ വ്യത്യാസം നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഒരായത്ത് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിൽ നിന്നൊരു പേടി എന്നെങ്കിലും ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്? ദുനിയാവിന്റെ കാര്യങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നാളെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആലോചിച്ച് ഉറക്കം കെട്ട നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു ദിവസം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ വിഷമിക്കുമല്ലോ, ഞാൻ വിരല് കടിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ? പേടിച്ചിട്ട് എന്താ ചെയ്യാൻ, ഞാൻ നാളെ പരലോകത്തിൽ ഞാൻ എന്താ ചെയ്യാന്ന് ഓർത്ത് വെപ്രാളപ്പെടുന്ന ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടോ? അതല്ലാത്ത മറ്റു ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതെന്താ ചെയ്യാനൊക്കെ ഒരുപാട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പരലോകത്തിന്റെ കാര്യം ഓർത്ത് ആത്മാർത്ഥമായിട്ട് ടെൻഷൻ അടിച്ച് ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം എവിടെ? സലഫുകളുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളുടെ വിശ്വാസമൊക്കെ എവിടെ? അവര് പോയ അതേ സ്വർഗത്തിലേക്കല്ല നമുക്ക് പോകാനുള്ളത്. എങ്ങനെ നമ്മൾ അവർക്ക് കിടപിടിക്കും? അവരോടൊക്കെ അടുത്തെത്തുന്നത് എങ്ങനെയാണ്? ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ ഇനിയും എത്രമാത്രം വിദൂരം നമ്മൾ സഞ്ചരിക്കാനുണ്ട്, എത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വരുത്താനുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവരെങ്ങനെ ചെയ്തു, ചരിത്രങ്ങൾ കേട്ടിട്ട് അവരെങ്ങനെ ചെയ്തല്ലോ, അപ്പൊ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്റെ അവസ്ഥ എന്താ, ഇതൊന്നും നമ്മൾ ചിന്തിക്കണില്ല. എന്താ നമുക്ക് പറ്റിയത്? എന്താ നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റാത്തത്? എന്താ നമ്മുടെ മുൻഗണനാക്രമങ്ങൾ, നമ്മുടെ പ്രയോറിറ്റികളൊക്കെ മാറിപ്പോയി. നമുക്ക് വലുത് ദുനിയാവായി പോയി. പറയുമ്പോൾ നമുക്ക് ഒന്നുമില്ല, അതെ ദുനിയാവല്ല, നമുക്ക് പരലോകമാണ്, അതാണ് ദീൻ കഴിഞ്ഞിട്ട് നമുക്ക് എന്തുള്ളൂ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. പറയുമ്പോൾ ഞാനുൾപ്പെടെ നമുക്ക് പറയാൻ എളുപ്പമാണ്. നോക്കൂ നിങ്ങൾ, ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര മൂല്യമെങ്കിലും ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ മാ സഖാ മിൻഹാ കാഫിർ എന്നാണല്ലോ. അള്ളാഹു ഇല്ല എന്ന് പറയുന്ന, അള്ളാഹുവിനെ നിഷേധിച്ചു തള്ളുന്ന എത്തിസ്റ്റുകൾക്ക് ഒരിറ്റ് വെള്ളം അള്ളാഹു കൊടുക്കില്ലായിരുന്നു എന്നാണ്. വേണ്ട അള്ളാഹുവിന് ദുനിയാവ്. അള്ളാഹുവിന് ദുനിയാവ് അത്ര നിസ്സാരമാണ്. ആരും പിടിച്ചോട്ടെ, ആരും എന്തും ചെയ്തോട്ടെ ദുനിയാവിനാണ്. അള്ളാഹുവിനെ വിശ്വസിച്ച് നന്ദി ചെയ്യുന്നവരും അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ച് അവനെ നിഷേധിക്കുന്നവരും അള്ളാഹു ദുനിയാവ് കൊടുക്കും. അതുകൊണ്ട് ദുനിയാവ് ഒരുപാട് കിട്ടി എന്നതുകൊണ്ട് അത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അടയാളമായിട്ട് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. അതിൽ വഞ്ചിതരായി പോകരുത്. എന്തെങ്കിലും 4 ആയത്ത് പഠിക്കാൻ സാധിച്ചു, എന്തെങ്കിലും അമലുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചെങ്കിൽ അതിൽ നമ്മൾ വഞ്ചിതരായി പോകരുത്. ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അമൽ ചെയ്യുകയും ആ അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്നോർത്ത് പേടിക്കുകയും ചെയ്യുകയാണ്. എന്താണ് വിശ്വാസിക്ക് അങ്ങനെ പേടി വരാൻ കാരണം? കാരണം അള്ളാഹുവിന് ഇവന്റെ അമലിനെ വലിയ ഒരു ഉൾപ്പെരി നടിച്ച് അമലിനെ വലിയ കാര്യമായിട്ട് കാണാൻ കഴിയില്ല ഒരിക്കലും വിശ്വാസിക്ക്. കാരണം വിശ്വാസി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അത്ര മഹത്വമുള്ളവരായി മനസ്സിലാക്കുന്നവരാണ് വിശ്വാസി. അള്ളാഹുവിന്റെ മഹത്വം അത്രയാണ് മനസ്സിലാക്കുന്ന വിശ്വാസി. അപ്പോ ഇവന് എത്ര വലിയ അമല് ചെയ്താലും
ഇതൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ പറയാൻ മാത്രം ഉണ്ടാവും, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കുമോ എന്നൊരു ഭയം ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനം തുടങ്ങുന്നത് അങ്ങോട്ടാണ്. അടച്ചോന്നറിയണം. ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ അള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്താൽ അവൻ തിരിച്ചു വരും. അത് ഒരു മനുഷ്യന്റെ പ്രകൃതി എങ്ങനെയാണ്? രക്ഷിതാവിനെ മനസ്സിലാക്കിയാൽ, സൃഷ്ടാവിനെ അറിഞ്ഞാൽ തിരിച്ചു വരും. അത് അതിനുള്ള കാരണമാണ്. നമ്മള് അടിസ്ഥാനമാണ് ശരിയാക്കുന്നത്. ഒരു വീടിന്റെ അടിത്തറ ഇളകി കിടന്നിട്ട് അത് ശരിയാക്കാതെ മേൽക്കൂര ശരിയാക്കിയിട്ട് കാര്യമില്ല. അടിസ്ഥാനം ശരിയാക്കണം, അതിനുശേഷം നമ്മൾ മേലേക്ക് ശരിയാക്കണം. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ അള്ളാഹുവിനുള്ള ഹക്കുകൾ, അള്ളാഹുവിനുള്ള ബാധ്യതകളാണ് നമ്മൾ ശരിയാക്കുന്നത്. അള്ളാഹുവിനുള്ള തൗഹീദാണ് നമ്മൾ ശരിയാക്കുന്നത്. നമ്മൾ ശരിക്കും തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അള്ളാഹുവിന് പുറമെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ ബദരീങ്ങളെ വിളിക്കുന്നില്ല, നമ്മള് ജാറത്തെങ്കിലും പോകുന്നില്ല, നമ്മൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശുദ്ധ മുവഹിദീങ്ങളാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പക്ഷെ നോക്ക് നിങ്ങൾ, തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായൊരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കണികയിലും തൗഹീദ് ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ജീവിതത്തിലെ എല്ലാ പ്രവർത്തനവും നമുക്ക് ഇബാദത്താക്കാൻ കഴിയും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന ഒരു പ്രസക്തമായ ഒരു വാചകമുണ്ട്. ഇബാദത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തു വആദാത്തു അഹ്ലിൽ യഖ്ലത്തി ഇബാദത്തു. യഖ്ലത്തിന്റെ ആളുകളുടെ, ഗഫ്ലത്തിന്റെ ആളുകളെ, അശ്രദ്ധയുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇബാദത്തും ഒരു സാധാരണ കർമ്മം പോലെ, നടക്കുന്ന പോലെ, ഇരിക്കുന്ന പോലെ, കഴിക്കുന്ന പോലെ, കുടിക്കുന്ന പോലെ നിസ്കരിക്കും. സാധാരണ പ്രവർത്തനം പോലെ ആയിരിക്കും അവരുടെ ഇബാദത്ത്. എന്നാൽ യഖ്ലത്തിന്റെ ആളുകൾ എപ്പോഴും അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലും അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്തിലും ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബോധവാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാധാരണ പ്രവർത്തനങ്ങൾ പോലും അള്ളാഹുവിന്റെ ഇബാദത്തായിരിക്കും. നടക്കുമ്പോ പള്ളിയിലേക്ക് നടക്കണം, ഇത് കൂലി കിട്ടുന്ന പ്രവർത്തനമാണല്ലോ, നീ തൂക്കും, അതിന് കൂലി വേണം. ഒരാളെ കണ്ട് ചിരിക്കുമ്പോ അത് കൂലിയാണല്ലോ, റസൂലുള്ളാഹി പഠിപ്പിച്ചാണല്ലോ, കൂലി വേണം. അങ്ങനെ എപ്പോഴും ബോധവാന്മാരായിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു അവബോധം എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മൊത്തം അവർക്ക് ഇബാദത്താക്കാൻ പറ്റും. ആ ഇബാദത്തിൽ ഒരു ലോകമാന്യത വരുമ്പോൾ, ഒരാളെ കാണിക്കൽ വരുമ്പോൾ അവിടെ ശിർക്കൊന്നില്ലേ? അതല്ലേ ശിർക്കുൽ അസ്ഗർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ വരുമോ എന്ന്, എന്റെ ഉമ്മത്തിൽ വരുമോ എന്ന് ഞാൻ പേടിക്കുന്നത്, ഏറ്റവും അധികം പേടിക്കുന്നത് ശിർക്കുൽ അസ്ഗർ ആണെന്നാണ്. അപ്പൊ അവര് ചോദിച്ചു, സഹാബത്ത് ചോദിച്ചു, എന്താ റസൂലേ ശിർക്കുൽ അസ്ഗർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഒരാളിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത്, മറ്റൊരാളെന്നെ നോക്കുന്നുണ്ടെന്ന് അറിയുന്ന സമയത്ത് അത് ഒന്നുകൂടെ ഒന്ന് നന്നാക്കാൻ നോക്കുന്നില്ലേ, അതിനാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറയുന്നത്. അതിനെയാണ് പ്രകടനപരത, ലോകമാന്യത എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഷിർക്ക് എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷിർക്ക് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞാല്, അത് ഈ അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിലുപരി എല്ലാ വിഷയങ്ങളും നമ്മൾ തൗഹീദ് കാത്തു സൂക്ഷിക്കണം. എല്ലാ വിഷയങ്ങളും നമ്മൾ തൗഹീദ് കാത്തു സൂക്ഷിക്കണം. നമ്മളുടെ എല്ലാ ഇബാദത്തുകളിലും ഷിർക്കുൽ അസ്ഗറും ഷിർക്കുൽ അക്ബറും നമ്മൾ ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. പരിശ്രമിക്കണം നമ്മൾ. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമുക്ക് അതിന് സാധിക്കില്ല. അത് നമ്മൾ നിരന്തരമായ പരിശീലനത്തിലും ആ രൂപത്തിൽ നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമാണ് ആ രൂപത്തിൽ നമുക്ക് ആ ഒരു ഉയരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കാനുള്ളത്, ഇനി ഏതാനും ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഗാംഭീര്യത്തെ, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവിനെ അധികമായി അന്വേഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ വേണ്ട വിധം മനസ്സിലാക്കിയിട്ട് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുവാൻ, അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ആരാധനയ്ക്ക് ഒരു ആസ്വാദനം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു യാന്ത്രികമായി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളായി പോകും. ആ രൂപത്തിൽ നമ്മൾ ഇബാദത്തുകൾ എങ്ങനെയെങ്കിലും ചെയ്യാന്ന് ഉള്ളതിലുപരി, എങ്ങനെ എൻ്റെ ഇബാദത്തുകൾക്ക്, ഏതായാലും എൻ്റെ ഇബാദത്തുകൾക്ക് എനിക്ക് ആസ്വാദനം കിട്ടണില്ല, എൻ്റെ നിസ്കാരത്തിന്, എൻ്റെ നോമ്പിന് എനിക്ക് ആസ്വാദനം കിട്ടണില്ല. അപ്പൊ എന്താണ് എൻ്റെ നിസ്കാരത്തിന് സലഫുകൾക്ക് ഉണ്ടായിരുന്ന ആ ആസ്വാദനം എനിക്കില്ലാതാകാനുള്ള കാരണം എന്താണ്? സലഫുകൾക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നു. എനിക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവിൽ പോരായ്മകളുണ്ട്. അതിന് നികത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. അത് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ പറ്റി അറിയാനും അവനെ പറ്റി പഠിക്കാനും, അങ്ങനെയാണ് നമ്മുടെ ആ ഇബാദത്തുകളിലേക്ക് നമുക്ക് ആസ്വാദനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ പറ്റി ഇതിലേറെ ഇനിയും കൂടുതലായിക്കൊണ്ട് ഉസ്താദുമാരിൽ നിങ്ങൾക്ക് പഠിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് വന്നുപോയ പാപങ്ങൾ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപോകത്തിന് ഉറപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരിച്ചുപോയ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിന്റെ ഇനി ബാക്കി നിൽക്കുന്ന ഏതാനും ഈ ചില അവസാന ദിവസങ്ങൾ അതിൽ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്ന അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ അടിമകളിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والكافرين. اللهم أعتق رقابنا ورقاب آبائنا وأساتذتنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله.